നമസ്കാരം. പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. മിക്കവാറും എല്ലാ ഇന്ത്യക്കാർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക്, എയർ ഇന്ത്യ എന്നത് എന്നത്തെയും ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വളരെയധികം പ്രതികരിക്കാറുണ്ട്. അത് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫിനോമിനൻ മാത്രമാണ്. എന്നാൽ ഈ ഇടയ്ക്ക്, അതായത് കഴിഞ്ഞ ജൂൺ 12 അഹമ്മദാബാദിൽ നടന്ന എയർ ക്രാഷ് നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുകയും ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ബോർഡിൻ്റെ, എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിൻ്റെ റിപ്പോർട്ട് വരികയും, എന്നാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് അത് പൊതുജനത്തെ ഒരു കണക്കിന് വരാനിരിക്കുന്ന അതിൻ്റെ ഫൈനൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക മാത്രമായിരിക്കും എന്നാണ് തോന്നുന്നത്. എയർ ഇന്ത്യ 171 അഹമ്മദാബാദിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് പുറപ്പെട്ട് ഏതാണ്ട് 32 സെക്കൻഡുകൾ മാത്രം പറന്നുയർന്നപ്പോഴേക്കും നിലം പതിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അതിലുണ്ടായിരുന്ന 241 യാത്രക്കാരും മരിക്കുകയും ഒരാൾ മാത്രമാണ് രക്ഷപ്പെടുകയും ഉണ്ടായത്. അത് നല്ലൊരു നാശനഷ്ടം ഗ്രൗണ്ടിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ആക്സിഡൻറ്റിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നാൾ വഴികളിൽ കൂടി കടന്നു പോയപ്പോൾ എനിക്ക് സംശയം തോന്നിയ 6 കാരണങ്ങൾ ഉണ്ട്. ഒരുപക്ഷെ അത് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്താൽ ഭാവിയിൽ നമുക്ക് വരാനിരിക്കുന്ന ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഇൻസിഡൻറ്റോ ഒരു പക്ഷേ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമായിരിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ച ഈ 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. എക്സസ് ക്യാബിൻ ബാഗേജ്. 2. ഫ്യൂവൽ ടാങ്കറിങ്. 3. APUവിൻ്റെ ഗ്രൗണ്ട് യൂസ്. 4. യൂസ് ഓഫ് റാമേർ ടർബൈന്. 5. എൻജിൻ റൺ കട്ട് ഓഫ് സ്വിച്ച്. 6. ടേക്ക് ഓഫ് കോൺഫിഗറേഷൻ വാർണിംഗ്. നമ്മൾ ഈ പ്രതിപാദിച്ച 6 കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാബിൻ ബാഗേജ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അനുവദനീയമായ ക്യാബിൻ ബാഗേജിൽ കൂടുതൽ കൊണ്ടുപോവുകയും അത് നമ്മളുടെ ഫ്ലൈറ്റിനെ എങ്ങനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന വിഷയത്തെ സംബന്ധിച്ചായിരിക്കും നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു യാത്രയുടെ ആരംഭം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ആ സമയത്താണ്. ഒരു ചെക്ക് ഇൻ കൗണ്ടറിൽ ചെല്ലുമ്പോൾ പ്രധാനമായിട്ടും പല യാത്രക്കാരുടെയിലും ഒന്നിൽ കൂടുതൽ ഹാൻഡ് ബാഗേജുകൾ സാധാരണയായിട്ട് കാണാറുണ്ട്. അത് കൃത്യമായിട്ട് വേ ചെയ്യുന്നതിനും പല എയർലൈനുകളും നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അതിന് വേവ് ഓഫ് ചെയ്യുന്ന കൗണ്ടർ സ്റ്റാഫും എയർലൈനിനെയാണ് സാധാരണ പാസഞ്ചേഴ്സിന് അധികമായിട്ടും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അവർ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ആവറേജ് ഇന്ത്യൻ മെയിൽ പാസഞ്ചറുടെ വെയിറ്റ് 75 കിലോയും അതിൽ 7 കിലോ ഹാൻഡ് ബാഗും കൂടെ കൂട്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് 65 കിലോ ഒരു ഫീമെയിൽ പാസഞ്ചറും 35 കിലോ ഒരു ചൈൽഡും 10 കിലോ ഒരു ഇൻഫൻറ്റിൻ്റെയും വെയിറ്റായിട്ടാണ് കൂട്ടുന്നത്. ഈ വെയിറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വിമാനം പറക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ആവശ്യമായ റൺവേയുടെ ലെങ്ത്തും എൻജിൻ ത്രസ്റ്റും സ്പീഡ് ലിമിറ്റേഷനും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഘടകം ഈ എയർക്രാഫ്റ്റിൽ ലോഡ് ചെയ്യുന്ന വെയിറ്റാണ്. ഈ അൺഅക്കൗണ്ടഡ് വെയിറ്റ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ഈ ഹാൻഡ് ബാഗിൽ കൂടെയാണ്. 242 യാത്രക്കാരുണ്ടായിരുന്ന ആ വിമാനത്തിൽ ഉദ്ദേശം 5 കിലോ വെയിറ്റ് വെച്ച് ഒരാൾ എക്സ്ട്രാ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ 1.2 ടണ്ണിലധികം വെയിറ്റ് അൺഅക്കൗണ്ടഡായിട്ട് ആ വിമാനത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ വിമാനത്തിൻ്റെ അന്നത്തെ റിഫ്യൂസ് ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയപ്പെടുന്നത് മാക്സിമം പെർമിസിബിൾ വെയിറ്റ് 218 ടണ്ണിൽ ആയിരുന്നു ഉദ്ദേശം. എന്നാൽ ആ വിമാനത്തിൻ്റെ ആക്ച്വൽ വെയിറ്റ് 213 ടണ്ണും ആയിരുന്നു. ഈ അൺഅക്കൗണ്ടഡ് വെയിറ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് മാർജിൻസ് സിഗ്നിഫിക്കൻ്റായിട്ട് കുറയുകയും എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള
സ്പീഡ് ലിമിറ്റിനേക്കാളും കൂടുതലായിട്ടുള്ള സ്പീഡ് ലിമിറ്റ് വേണ്ടി വരികയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള റൺവേ ലെങ്ത് കുറയുകയും ചെയ്യും. അപ്പോൾ ഒരു റിജക്റ്റഡ് ടേക്ക് ഓഫ് കണ്ടീഷനിൽ എയർക്രാഫ്റ്റിന് സേഫായിട്ട് നിർത്തുവാൻ ഒരുപക്ഷെ പൈലറ്റിന് സാധിച്ചെന്നിരിക്കുകയില്ല. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ തന്നെയും വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് റേറ്റ് ഓഫ് ക്ലൈംബ് എന്ന് പറയുന്നത് ഉയരത്തിലേക്ക് പറക്കാനുള്ള എയർക്രാഫ്റ്റിൻ്റെ ക്ഷമത ബാധിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോഴുള്ള വലിയ എല്ലാ വിമാനങ്ങളിലും ഉള്ള ഓപ്പറേറ്റിംഗ് മാർജിൻസ് സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ട് മിക്കവാറും പലപ്പോഴും നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു എക്സസ് വെയിറ്റ് അൺഅക്കൗണ്ടഡായിട്ട് എയർക്രാഫ്റ്റിനകത്തുള്ളത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളെയും ഒരു സ്വിസ് ചീസ് മോഡലിൻ്റെ ഫസ്റ്റ് ഹോൾ അലൈൻമെൻറ്റായിട്ട് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ റെഗുലേറ്റേഴ്സിനോടും ഓപ്പറേറ്റേഴ്സിനോടും ഉള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിമാനത്തിൽ കയറ്റുന്ന എല്ലാ സാധനങ്ങളുടെയും വെയിറ്റ് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യുകയും സേഫ്റ്റി മാർജിൻസിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻസ് നിജപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ബൈ ലോ ചെയ്യുക എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒരു എയർലൈൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന് പാസഞ്ചേഴ്സിന് ചാർജ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു എയർലൈൻസിൻ്റെ മാത്രം പ്രിറഗേറ്റീവാണ്. അതുകൊണ്ട് DGCAയോടും എയർലൈൻ ഓപ്പറേറ്റേഴ്സിനോടുമുള്ള പ്രധാനമായ റിക്വസ്റ്റ് ദയവേത് എയർക്രാഫ്റ്റിൽ ലോഡ് ചെയ്യുന്ന എല്ലാ കാർഗോയും കൃത്യമായിട്ട് വേ ചെയ്ത് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. താങ്ക് യു. ഫ്യൂൽ ടാങ്കറിങ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിസ്റ്റം ഒരു ബിസിനസ്സാണ് എയർലൈൻ ട്രാൻസ്പോർട്ടേഷൻ. പല രീതിയിലും ഫ്യൂൽ ടാങ്കറിങ് സിസ്റ്റത്തിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റിനേക്കാളും വളരെ കൂടുതലാണ്.